കല്യാണത്തിനെ പറ്റിയോ? അത് ഇവിടെ നിന്നാണോ സംസാരിക്കാൻ? അത് കുടുംബക്കാരെല്ലാം ചേർന്ന് സംസാരിക്കേണ്ടതല്ലേ? ആ അപ്പൊ നിന്റെ വീട്ടുകാരെ വിളിക്ക്. എന്റെ ചേട്ടനോട് ചേച്ചിയോട് സംസാരിക്കാൻ പറ. അല്ലെങ്കിൽ അവരെന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനെന്താ ഭ്രാന്തന്? ഞാൻ അതിന് സമ്മതിക്കില്ല. നീ വിഷമിക്കേ വേണ്ട. ഞാൻ ഇന്ന് തന്നെ പറയാം എന്റെ കുടുംബക്കാരൻ നിന്റെ കുടുംബക്കാരെ വന്ന് കാണാൻ. ആ ശരി. ഇനിയെങ്കിലും അടുത്തേക്ക് വാ. നമസ്കാരം, ഞാനാണ് കഞ്ചൻ അവസ്ഥി. സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിൽ പുതിയ കഥയോടൊപ്പം. എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കാണും? വീട്ടിൽ ആരും ഇല്ലെന്ന്. അപ്പൊ ആര് നമ്മളെ കാണും? അത് ശരി. അപ്പൊ നീ ഇതിനു വേണ്ടിയാണോ കാത്തിരുന്നത്? ഇനിയിപ്പോ എന്റെ ഭാര്യയെ ഒന്ന് സ്നേഹിക്കണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താ എന്താ പ്രശ്നം? ശരി, റീന എങ്ങോട്ടാ പോയേ? അത് ശരി, അവള് നിന്റെ അനിയത്തിയല്ലേ, നീ എന്നോടാണോ ചോദിക്കുന്നത്? അവൾ എവിടെ വേണേലും പോട്ടെ, നല്ല കാര്യല്ലേ. ഇനി കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാ മതിയായിരുന്നു. അത്രയും നേരം എനിക്കൊന്ന്... എന്താ സുമിത്തത്? എനിക്ക് ജോലിയുണ്ട്. ഇതുവരെ കഴിക്കാൻ ഒന്നും ഉണ്ടാക്കില്ല. എനിക്ക് വിശക്കുന്നു. എടി, ഞാനില്ലേ? അപ്പോ എന്നെ തിന്നു. എനിക്കിപ്പോ നോൺ വെജ് കഴിക്കാൻ മൂടില്ല. അത് ശരി. അതെ. ആഹാ, റീന നീയോ? സോറി ചേട്ടാ, ഞാൻ തെറ്റായ സമയത്താ വന്നേന്ന് തോന്നുന്നു. ഏയ് അല്ല, നിന്റെ ചേട്ടന് വേറെ പണിയൊന്നുമില്ല. നീ വാ. എങ്ങോട്ടാ പോയേ? ചുമ്മാ ഒരു വാക്കിങ്ങിന്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്ക്, ഞാൻ ഇപ്പൊ വരുന്നു. ചേച്ചി, ചേട്ടനാള് ചമ്മി പോയിന്നാ തോന്നുന്നു. ഈ റോക്കി, നീ എന്തായി കാണിച്ചേ? ഞാൻ ആകെ പേടിച്ചു പോയി. എത്ര ഫോൺ ചെയ്തു ഞാൻ? എത്ര നേരമായിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്? സാധാരണ ആണുങ്ങളാ വെയിറ്റ് ചെയ്യാ, പെൺകുട്ടികൾ വെയിറ്റ് ചെയ്യിപ്പിക്കും. നമ്മുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. എപ്പോഴും നീയാ ലേറ്റ് ആയിട്ട് വരുന്നത്. സ്നേഹത്തിന് കുറച്ചു നേരം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷം. മാത്രല്ല, എന്താ നീ കാണിക്കുന്നേ? ഇത് വീടൊന്നുമല്ല. ആരെങ്കിലും വരും. എടോ, ഇങ്ങോട്ടേക്ക് ആരും വരില്ല. നീ ടെൻഷൻ ആവല്ലേ. ഇപ്പൊ നീ എന്നെ ഫോക്കസ് ചെയ്താ മതി. എന്നിട്ട് വേഗം ഒരു കിസ് ഇതാ. എന്നെ കൊണ്ട് പറ്റില്ല. ഇതിനു വേണ്ടിയൊന്നും അല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. കല്യാണത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനാ. കല്യാണത്തിനെ പറ്റിയോ? അത് ഇവിടെ നിന്നാണോ സംസാരിക്കാൻ? അത് കുടുംബക്കാരെല്ലാം ചേർന്ന് സംസാരിക്കേണ്ടതല്ലേ? ആ അപ്പൊ നിന്റെ വീട്ടുകാരെ വിളിക്ക്. എന്റെ ചേട്ടനോട് ചേച്ചിയോട് സംസാരിക്കാൻ പറ. അല്ലെങ്കിൽ അവരെന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനെന്താ ഭ്രാന്തന്? ഞാൻ അതിന് സമ്മതിക്കില്ല. നീ വിഷമിക്കേ വേണ്ട. ഞാൻ ഇന്ന് തന്നെ പറയാം എന്റെ കുടുംബക്കാരൻ നിന്റെ കുടുംബക്കാരെ വന്ന് കാണാൻ. ആ ശരി. ഇനിയെങ്കിലും അടുത്തേക്ക് വാ. റീന, സഹോദരി ലീല, പിന്നെ അവളുടെ ഭർത്താവ് സുമിത് സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു ചെറിയ കുടുംബം. അങ്ങനെ അവര് ചെറിയൊരു സിറ്റിയിൽ സന്തോഷത്തോടെ ജീവിക്കായിരുന്നു. റീന റോക്കിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. റോക്കിക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. രണ്ടുപേരും കല്യാണം കഴിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. റോക്കി റീന പറഞ്ഞതനുസരിച്ച് സ്വന്തം വീട്ടുകാരെ കല്യാണം ഉറപ്പിക്കാൻ റീനയുടെ വീട്ടിലേക്ക് അയക്കുന്നു. പക്ഷെ എന്തിയാൻ, ആ കല്യാണം ഉറപ്പിച്ചില്ല. റോക്കി 25 വയസ്സ് പ്രായമുള്ള ജോലിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു. ജോലിയില്ല എന്ന് മുദ്ര കുത്തപ്പെട്ട
ഒരു യുവാവ് അങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നുപോയാൽ ഏതൊരവസ്ഥയിലും നിരാശ മാത്രമായിരിക്കും നേരിടേണ്ടി വരിക. ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. സുമിത്, റീനയുടെ ആ ബന്ധത്തിന് സമ്മതം പറയായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നില്ലേ? അങ്ങനെ എങ്ങനെ സമ്മതം മൂളാൻ പറ്റുക? നീ എന്തൊക്കെ വിവരമില്ലായ്മയായി പറയുന്നേ? ആ റോക്കി അവന് വല്ല ജോലിയും കൂലിയും ഉണ്ടോ? ഇങ്ങനെ ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന്റെ കയ്യിലേക്ക് നമ്മുടെ റീനെ എങ്ങനെ ഏൽപ്പിക്കും നമ്മള്? പക്ഷേ ആ പയ്യന് സ്വന്തം വീടുണ്ട്, നല്ല കാശുകാരുമാണ്. നമ്മുടെ റീന അവിടെ സുഖമായിട്ട് ജീവിക്കും. റോക്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൻ പയ്യൻ നല്ലൊരു ജോലി കണ്ടെത്തിക്കോളും. എടി, നിനക്കറിയാൻ മേലാത്തോണ്ട് ഇക്കാലത്ത് അങ്ങനെ കണ്ണടച്ചോണ്ട് നമുക്ക് ആരും വിശ്വസിക്കാൻ പാടില്ല. ഇനിയിപ്പോ നാളെ റോക്കി അവന്റെ അച്ഛനും അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയ അപ്പൊ പിന്നെ റീനയ്ക്ക് എന്തെടുത്ത് വെച്ച് ചെലവിന് കൊടുക്കും? അതല്ല സുമിത്, അവർ രണ്ടും തമ്മിൽ പ്രണയത്തിലല്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ പ്രേമം കൊണ്ട് വയറ് നിറയില്ലല്ലോ. ഇനിയിപ്പോ അത്രയ്ക്കും പ്രേമമാണെങ്കിൽ ആ റോക്കിയോട് പറ എന്തെങ്കിലും ചെയ്തു കാണിക്കാൻ. അല്ലെങ്കിൽ ഞാൻ റീനയ്ക്ക് വേറെ വല്ല നല്ല ബന്ധം നോക്കും. റീന, റീന കഥക് തുറക്ക്. റീന, മുഴുവൻ ദിവസം എന്ത് ചെയ്യാന്ന് ഒരു പിടി കിട്ടുന്നില്ലല്ലോ. റീന കഥക് തുറക്ക്. ബാക്ക് ഡോറിനടുത്ത് പോയി നോക്കാം. റീന, 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 കണ്ണുർക്ക് റീന. ഇവക്കാണ ശ്വാസം ഇല്ലല്ലോ. റീന, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുക. റീന, 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 കണ്ണു തുറക്ക് റീന. റീന, റീന എഴുന്നേക്ക്. റീന കണ്ണു തുറക്ക്. എന്റെ റീനക്ക് എന്താ പറ്റിയേ? ഞാൻ എത്ര നേരമായിട്ട് കഥയെ മുട്ടുമായിരുന്നു. ഇവളെ ഞാൻ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ റീന റെസ്പോണ്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ കഥ തകർത്ത് അകത്ത് വന്നപ്പോ ഞാൻ കണ്ടത് അവളിവിടെ വീണ് കിടക്കുന്നതാ. എനിക്ക് റീന, റീന, എനിക്ക് റീന. സുമിത്തും ലീലയും പുറത്തു പോകാൻ പുറപ്പെടുകയായിരുന്നു. അപ്പോഴാണ് സുമിത് താക്കോൽ വീട്ടിൽ തന്നെ മറന്നു വെച്ചത്. അവൻ ലീലയെ പുറത്തു നിർത്തിയിട്ട് താക്കോൽ എടുക്കാനായി അകത്തേക്ക് വന്നതാണ്. റീന വാതിൽ തുറന്നില്ല. സുമിത് വാതിൽ തകർത്തകത്ത് കയറുകയായിരുന്നു. അപ്പോൾ റീന താഴെ കിടക്കുന്നതാണ് അവൻ കണ്ടത്. അപ്പോൾ ലീലയും അങ്ങോട്ട് വരുന്നു. സുമിത്തും ലീലയും റീനയെ എടുത്തുകൊണ്ട് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഡോക്ടേഴ്സ് റീന മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. മരണകാരണം ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്. ലീലയുടെയും സുമിത്തിന്റെയും ജീവിതത്തിൽ നിന്ന് അവരുടെ സന്തോഷമായ റീന എന്നേക്കുമായി ഇല്ലാതെയാകുന്നു. പക്ഷെ ലീലയ്ക്ക് എന്തോ സംശയം തോന്നി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. പോലീസ് ലീലയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് വരുന്നു. ഇനി എന്താ? ഇതല്ലേ വീട്? അതെ സാറേ, ഇതായിരുന്നു അഡ്രസ് പറഞ്ഞ്. ഇവിടെ അടുത്ത് CCTV വല്ലതും ഉണ്ടോ നോക്ക്. സർ. രാജ്ദീപ്, ആദ്യം അകത്ത് പോയി സംസാരിക്കാം, പിന്നെ പുറത്തു വരാം. സർ.
നിങ്ങളാണോ സ്റ്റേഷനിൽ വിളിച്ചേ? അതെ സാറേ, ഞാനാണ് നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. എന്താ കാര്യം? സർ, എന്റെ അനുജത്തി കുറച്ച് ദിവസം മുമ്പാണ് മരിച്ചു പോയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവള് മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കാരണമാണെന്നാ. പക്ഷേ സർ, പക്ഷേ എന്താ? അവളെ ആരോ കൊലപ്പെടുത്തിയതാണോന്ന് എനിക്കൊരു സംശയം. പക്ഷെ അതെങ്ങനെ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും? സർ, അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വീട്ടിലേക്ക് വന്നപ്പോൾ റീനയുടെ ബോഡി ഇവിടെ താഴെ കിടക്കുകയായിരുന്നു. അടുത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചിന്നിച്ചെതറി കിടക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ ചിന്നിച്ചെതറി കിടക്കാമല്ലോ. ഒരുപക്ഷെ അവക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി ടേബിളിന്റെ പുറത്തേക്ക് വീണു, അങ്ങനെ സാധനങ്ങൾ ചെതറാം. അല്ല സർ, അവളുടെ ബോഡിയിൽ ഞാൻ അവളുടെ കഴുത്തിലൊരു മാർക്ക് കണ്ടിരുന്നു. ആ മാർക്ക് കണ്ടപ്പോൾ ആരോ കയറുകൊണ്ടോ അതോ തുണി കൊണ്ടോ കെട്ടിയ പോലെ. അവളുടെ ബോഡിക്കടുത്ത് അവളുടെ ദുപ്പട്ട പോലും ഉണ്ടായിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് മിസ്സാവാൻ ഒരു വഴിയില്ല. നിങ്ങളിത് പറയാൻ എന്താ ഇത്രയും ലേറ്റാക്കി? ബോഡിക്ക് അന്തിമ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഞങ്ങളെ കൊണ്ട് എങ്ങനെയാ പറയാൻ പറ്റുക ഈ കൊലപാതകം എങ്ങനെയാ സംഭവിച്ചെന്ന്? സർ, ഈ നടന്നതൊക്കെ എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എൻ്റെ കുടുംബത്ത് എന്തൊക്കെയായി സംഭവിക്കുന്നത്? സർ പ്ലീസ്, ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ദേ നോക്കൂ, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ കണ്ടുപിടിക്കാം. അതല്ലാതെ നിങ്ങളുടെ പെങ്ങൾക്ക് വേറെ ആരെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല സർ, പക്ഷേ കുറച്ച് ദിവസം മുമ്പ് അവൾക്കൊരു ആലോചന വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. ആ ചെക്കൻ്റെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട് സർ, ഞാൻ സാറിന് സെൻഡ് ചെയ്യാം. മിസ് ലീല, ഞങ്ങളെ കൊണ്ട് ഷുവറായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യാം. താങ്ക് യു സർ. ഈ പോലീസ് എവിടെ? സർ, ലീല മാഡം ഫോട്ടോ അയച്ചിട്ടുണ്ട്. സാറേ, ഞാൻ ഈ ചെക്കൻ ഇവിടെ കണ്ടായിരുന്നല്ലോ. എവിടെ വെച്ച് കണ്ടു? ദേ ഇവിടെ വെച്ചാ കണ്ടോ സാർ? പിന്നെ എന്താ അവനെ നിർത്താത്തെ? എനിക്കപ്പോൾ തോന്നിയില്ല സാർ, എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. ഇതാരുടെയാ ദുപ്പട്ട? അവര് പറഞ്ഞില്ലേ ബോഡിയുടെ അടുത്തുള്ള ദുപ്പട്ട കാണാനില്ലെന്ന്. പ്രിയ, ഒരു കാര്യം ചെയ്യ്, ഇത് എവിഡൻസിന് വേണ്ടി വെച്ചോ. എന്നിട്ട് അടുത്തുള്ള CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യ്, എന്തെങ്കിലും അറിയാൻ പറ്റിയാലോ. എന്നിട്ട് മരിച്ച സമയം നോക്കണം. യെസ് സർ. ഈ കേസ് തലവേദന പിടിച്ചതാ, കാരണം നമ്മുടെ അടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകും, അവിടുന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ആ പയ്യനെ വേഗം കണ്ടുപിടിക്കണം, ഫാസ്റ്റ്. സർ. റീനയുടെ സഹോദരി ലീലയ്ക്ക് തോന്നിയത് റീനയെ ആരോ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയെന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീനയുടെ കഴുത്തിൽ ഏതോ ഒരു മാർക്ക് അവൾ കണ്ടിരുന്നു. പോലീസിന് ഈ ഒരു തെളിവ് മാത്രം അത്ര ഓതന്റിക് പ്രൂഫ് ആയിരുന്നില്ല. കാരണം പോലീസിന്റെ കയ്യിൽ ബോഡി റിലേറ്റഡും കേസ് റിലേറ്റഡുമായ തെളിവൊന്നുമില്ലായിരുന്നു. ലീലയുടെ ചെറിയൊരു സംശയത്തിന്റെ പേരിൽ മാത്രമാണ് പോലീസ് ഈ കേസ് എടുത്തത്. റീനയെ ആരെങ്കിലും കൊലപ്പെടുത്തിയത് തന്നെയാണോ? ആണെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് റോക്കി ആയിരിക്കുമോ? കല്യാണബന്ധം തകർന്നതുകൊണ്ട് മാത്രം അവൻ റീനയെ കൊലപ്പെടുത്തുമോ? അറിയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കില്ലെന്നും പറയാൻ പറ്റില്ല. പല കുറ്റകൃത്യങ്ങളുടെയും കാരണം ഇങ്ങനെയുള്ള പ്രണയ തകർച്ചകളാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സാറേ, ഇതാണ് റോക്കി. എന്തിനാ റീനയെ കൊന്നെന്നോ? ഞാനെന്തിനാ റീനയെ കൊല്ലണം? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് റീനയെ ഒരുപാട് ഇഷ്ടമായിരുന്നു സാർ. പിന്നെ നീ അന്ന് ആ വീട്ടിൽ ഒളിഞ്ഞിരുന്ന് എന്ത് നോക്കുകയായിരുന്നു? പിന്നെ ആ ദുപ്പട്ട? സാർ, ഞാൻ റീനയുടെ ദുപ്പട്ട തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ. അവളുടെ ദുപ്പട്ട എൻ്റെ കയ്യിലായിരുന്നു. എനിക്ക് ലീനയുടെ ചേച്ചിയെ കാണാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ലീനയുടെ മരണവാർത്ത കേട്ട് ഞാൻ ഷോക്കിലായിരുന്നു. എങ്ങനെയോ ധൈര്യം പിടിച്ചു വെച്ചാ ഞാൻ അവളുടെ വീട്ടിലേക്ക് വന്നത്. നിങ്ങൾ പുറത്ത് നിൽക്കുന്ന കണ്ട് ഞാൻ പേടിച്ചുപോയി സാർ. തെറ്റിയുന്നവരാ ഇങ്ങനെ പേടിക്കുന്നത്. ഇവൻ സത്യം പറയുന്നവരെ നല്ല പെട കൊടുക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് സാർ. എന്തു പറ്റി?
ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു സാറേ, പക്ഷെ എനിക്ക് ആ കേട്ടതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. എന്തേ? സർ, ഇത് ലീലയുടെ വീടിന്റെ പുറത്തുള്ള CCTV ഫുട്ടേജാണ്. ഈ ഒരു കേസിൽ നമ്മുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. പക്ഷെ നല്ലവണ്ണം ചെക്ക് ചെയ്താ എന്തെങ്കിലും ഒന്ന് കിട്ടും. അത് വെച്ച് വേണം നമ്മൾ ആ കൊലയാളിയെ പൂട്ടാൻ. പക്ഷെ സാർ, റോക്കി പറയുന്നത് കാര്യമായിട്ട് എടുക്കില്ലല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. അങ്ങനെ പോലീസിന് CCTV ഫുട്ടേജിൽ എന്താണ് കിട്ടിയത്? അവർക്ക് കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള വഴി തെളിഞ്ഞുവോ? റോക്കി തന്നെയാണോ റീനയെ കൊലപ്പെടുത്തിയത്? ഇതിനുള്ള യാതൊരു തെളിവും പോലീസിന്റെ പക്കലില്ലായിരുന്നു. തെളിവില്ലാതെ റോക്കിയെ കോടതി വരെ കൊണ്ടുപോകാൻ സാധിക്കും, പക്ഷേ ശിക്ഷ നൽകാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലെ നിയമം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുമ്പോട്ട് പോവുക. റോക്കി താൻ ചെയ്ത തെറ്റു സമ്മതിക്കുമോ, അതോ കാര്യം മറ്റു വല്ലതുമാണോ? ഇങ്ങനെയും സംഭവിക്കാം. ഈ നിഗമനങ്ങളെല്ലാം വെറും തോന്നൽ മാത്രമാണോ? ചിലപ്പോൾ റീനയ്ക്ക് സത്യത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കുമോ, അതോ ലീലയുടെ വെറും സംശയമോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുമായി മുമ്പോട്ട് പോവാനല്ലാതെ പോലീസിന് മറ്റൊന്നും കഴിയില്ലായിരുന്നു. തെളിവില്ലാതെ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? എന്താ സർ? ലീല മാം, നിങ്ങളുടെ സംശയം ശരിയായിരുന്നെന്നാ തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യണം. എന്നെയോ? എന്താ സാറേ, എല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾ രണ്ടുപേരും പോലീസിനെ വഴി തെറ്റിക്കാൻ ശ്രമിച്ചു. വഴി തെറ്റിക്കാനോ? ബട്ട് സർ, ഞങ്ങളുടെ അടുത്ത് CCTV ഫുട്ടേജ് ഉണ്ട്. അതിൽ കണ്ടാൽ അറിയാം, മേർഡറിന്റെ സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൊക്കേഷൻ മേർഡർ ലൊക്കേഷന്റെ അടുത്തായിരുന്നു. സാർ, അന്ന് ഞങ്ങൾ പുറത്തു പോകാൻ പോവായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കണ്ടേ. അതെ സർ. പിന്നെ അതെ, ഞാൻ എൻ്റെ താക്കോല് വീട്ടിൽ വെച്ച് മറന്നുപോയി. അതുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നേ. എക്സാക്ട്ലി. പക്ഷെ കുറെ നേരത്തേക്ക് നിങ്ങൾ തിരിച്ച് വണ്ടി കയറിയില്ല. അതല്ലാതെ ഒരു കാര്യം കൂടെ നിങ്ങൾ മറച്ചു. കരീന റേപ്പ് ചെയ്യപ്പെട്ടത്. എന്ത്? റേപ്പ് ചെയ്തെന്നോ? പക്ഷെ ഞാൻ അവളെ പിടിച്ചത് പിടിച്ചിട്ട് എന്താ സാറേ? ഞാനെന്താ പറയാൻ വന്നെന്ന് വെച്ചാൽ, ഞാൻ അകത്തേക്ക് വന്നപ്പോൾ അവളിവിടെ ഇല്ലായിരുന്നു സാറേ. സാറേ, അവളെ റൂമിനകത്ത് വീണ് കിടക്കായിരുന്നു സാറേ. സാറേ, ഞാൻ സത്യമാണ് പറയുന്നത് സാറേ. നോക്ക് സമീർ, ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു CCTV ഫുട്ടേജും ഉണ്ട്. അതിൽ നീ പുറകെ ഉള്ള വിൻഡോ ഒന്ന് രക്ഷപ്പെടുന്ന ഫുട്ടേജ് ഉണ്ട്. മര്യാദയ്ക്ക് സത്യം പറയാൻ. നോക്ക്, നീ മർഡർ കേസിൽ അകത്താവില്ലായിരിക്കും, പക്ഷെ റേപ്പ് കേസിൽ ഉറപ്പായിട്ടും അകത്താവും. നിങ്ങൾ എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കേ. സാറേ, ഞാൻ ആരെയും റേപ്പ് ചെയ്തില്ല സാറേ. എനിക്ക് അവൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ സത്യത്തിൽ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. റീന, റീന, ചേട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? റീന, ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കത് പറയാൻ പറ്റുന്നില്ല. എനിക്കാണ് ഇപ്പൊ കൺട്രോളും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട്. എന്തോടി പറയാൻ പോന്നെ? ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നോ? എടി, എന്റെ ആവശ്യം നീ ഒന്ന് നിർവഹിച്ചു തന്നാ നിനക്ക് എന്തുവാടി ചെയ്യുന്നേ? എടി, നിന്നെ ഞാൻ റീന,
ഞാൻ സത്യത്തിൽ അവളെ കൊല്ലാൻ ആഗ്രഹിച്ചതല്ല സാറേ. അന്ന് ഞാൻ എൻ്റെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. എന്നിട്ട് അബദ്ധത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയതാ സാറേ. പക്ഷെ ഞാൻ റേപ്പ് ചെയ്തില്ല സാറേ. ഞാൻ അവളെ റേപ്പ് ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ കള്ളം പറയേണ്ടിയും വരും. ഇത് കണ്ടില്ലേ, നീ ഇപ്പൊ പറഞ്ഞതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, നോക്ക്. അവനെ പിടിച്ചോണ്ട് പോവാൻ. സാറേ ഞാൻ പറയുന്നൊന്ന് കേക്ക്. സാറേ സാറേ പ്ലീസ് സാറേ. സുമിത് താൻ ചെയ്ത തെറ്റ് ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് പോലീസിന് ഒട്ടും ഉറപ്പില്ലായിരുന്നു. പോലീസ് വെറും ഒരു കൊളുത്തിട്ട് നോക്കിയതാണ്. സുമിത് സ്വയം വന്നതിൽ കൊളുത്തുകയും ചെയ്തു. പോലീസിന്റെ പക്കൽ റീനയുടെ മർഡറിന്റെ തൊട്ടു മുമ്പ് സുമിത് അങ്ങോട്ട് വരുന്ന CCTV ഫുട്ടേജ് ഉണ്ടായിരുന്നു. പുറകിലെ വാതിലിലൂടെ ഇറങ്ങുന്നതുമുണ്ടായിരുന്നു. ഇതിലൂടെയാണ് പോലീസിന് സംശയം തോന്നിയത് ഈ കൊലപാതകത്തിന് പിന്നിൽ സുമിത്തിന്റെ കൈയുണ്ടോന്ന്. സുമിത് റീനയെ വളരെ മുമ്പേ നോട്ടമിട്ട് വെച്ചതാണ്. ഇതിനെക്കുറിച്ച് റോക്കി പോലീസിനോട് പറയുകയും ചെയ്തിരുന്നു. റീനയെ സുമിത് ശരിയല്ലാത്ത രീതിയിൽ നോക്കുന്നത് റോക്കി പലതവണ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ റീനയോട് ഇത് തുറന്നു പറയാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. അവന്റെ ഇൻസെക്യൂരിറ്റി കാരണമാവാം അവനിത് അവളോട് പറയാതെ വിട്ടത്. പക്ഷെ ഇതൊരു കൊലപാതകം വരെ ചെന്നെത്തുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പാവം ലീല അവൾക്ക് സ്വന്തം ഭർത്താവിനെയും അനുജത്തെയും നഷ്ടപ്പെട്ടു. അവൾ ആകെ തകർന്നു പോയിരുന്നു. കുറ്റവാളികൾ കുറ്റം ചെയ്യുന്നു, പക്ഷേ ജീവിതം നഷ്ടപ്പെടുന്നത് നിരപരാധികളായ മറ്റു പലർക്കുമാണ്. ഞാൻ കഞ്ചൻ അവസ്ഥി നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ പുതിയൊരു കഥയോടൊപ്പം. അതുവരെ കാത്തിരിക്കൂ, കണ്ടാസ്വദിക്കൂ. ജയ് ഹിന്ദ്.